ഹായ്, ഇത് കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ സമയമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് കാര്യവും വളരെ പെട്ടെന്ന് പഠിക്കാനായി അമേരിക്കൻ ഓതറും ബ്രെയിൻ കോച്ചുമായിട്ടുള്ള ജിം ക്വിക്ക് നിർദ്ദേശിക്കുന്ന കുറച്ച് ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ടെക്നിക്കിന്റെ പേരാണ് ഫാസ്റ്റർ ടെക്നിക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഫാസ്റ്റർ ടെക്നിക്. എന്താണ് ഫാസ്റ്റർ ടെക്നിക് എന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫോർഗെറ്റ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ നമ്മൾ മറക്കണം. അതിലൊന്ന് വാട്ട് യു ഓൾറെഡി നോ, അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കുക. ഒരു ബിഗിനേഴ്സ് മൈൻഡ് സെറ്റുമായിട്ട് വേണം ആദ്യം നമ്മൾ പഠിക്കാനിരിക്കേണ്ടത്. വാട്ട് ഈസ് നോട്ട് അർജന്റ് ഓർ ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം, നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഒരുപാട് പുറത്തുള്ള കാര്യങ്ങൾ പലതും നമുക്ക് ഓർമ്മ വരും. എന്നാൽ ആവശ്യമില്ലാത്തതോ അർജന്റ് ഇല്ലാത്തതോ ആയ കാര്യങ്ങൾ നമ്മൾ മറക്കുക. എന്നിട്ട് പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. തേർഡ് വൺ, ഫോർഗെറ്റ് അബൌട്ട് യുവർ ലിമിറ്റേഷൻസ്. അതായത് നമ്മുടെ പരിമിതികളെ കുറിച്ച് നമ്മൾ മറക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് IQ കുറവാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്ലോ ലേണറാണ്, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മശക്തി കുറവാണ്. ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ നമ്മൾ മറക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ കഴിവുകൾ ലിമിറ്റ്ലെസ് ആണ്. ഒരിക്കലും അതിന് ലിമിറ്റേഷൻസ് ഇല്ല. A is for active learning. ട്രഡീഷണൽ ട്രെയിനിങ് മെത്തേഡ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് പാസീവായി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വായിച്ച് പഠിക്കുക, ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയുന്നത് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. എന്നാൽ നമുക്ക് ശരിക്കും വേണ്ടത് ഒരു പാസീവ് ലേണിംഗ് മെത്തേഡ് അല്ല, ആക്റ്റീവ് ലേണിംഗ് മെത്തേഡാണ്. ഇനി എന്താണ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്? ഫോർ എക്സാമ്പിൾ, ചിന്തിച്ച് പഠിക്കുക, ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുക, നമ്മുടേതായ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവരിക മുതലായ പ്രോസസ്സുകളിലൂടെ ബ്രെയിനിനെ ആക്റ്റീവായി നിർത്തുക. നല്ല മനോഭാവം, നല്ല വിജയം. T for ടീച്ച്. പഠിച്ച കാര്യങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കാനുള്ള മനോഭാവത്തിൽ പഠിക്കുക. ടീച്ച് ടു ലേൺ എന്നുള്ളത് വളരെ ശക്തമായ ഒരു പഠന രീതിയാണ്. E സ്റ്റാൻഡ്സ് ഫോർ എൻഡർ. കൃത്യമായ ഒരു സ്റ്റഡി കലണ്ടർ ഉണ്ടാക്കുക. നാളെ ചെയ്യാൻ പോകുന്ന കാര്യം ഇന്ന് തന്നെ പ്രോപ്പറായി ഷെഡ്യൂൾ ചെയ്യുക. നമ്മുടെ പ്രോഗ്രസ്സും ഡെവലപ്മെന്റും ട്രാക്ക് ചെയ്യുക. ഇതൊക്കെയാണ് എൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ വൺ, R സ്റ്റാൻഡ്സ് ഫോർ റിവ്യൂ. ഫോർഗെറ്റിംഗ് കർവ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് കൃത്യമായ ഇടവേളകളിലുള്ള ആക്റ്റീവ് റീകോളിംഗ് അല്ലെങ്കിൽ റിവിഷൻ. ഇത് നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറി പവർ കൂട്ടാനായി സഹായിക്കും. തീർച്ചയായും ഈ ടെക്നിക് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തുക. നല്ലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റം നിങ്ങൾക്കുണ്ടാകും.